ഹലോ ഗൈസ്, നമുക്ക് വാട്ട് ഐറ്റം ട്രെയിൻ നോക്കിയാലോ. ട്രിപ്പിന് പോകുന്ന ടൈം അവരാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ട്രെയിനിലെ ഫുഡ് മാത്രമേ കിട്ടുമെന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നോ രക്ഷ. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇഡലിയും വടയും ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ടീയും കോഫിയും വരും. നമുക്ക് ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യാൻ. ഞാനൊന്ന് ചൂസ് ചെയ്ത കോഫിയായിരുന്നു. പിന്നെ രാവിലത്തെ ഫുഡ് കെങ്കേമായിരുന്നുകൊണ്ട് എന്തായാലും വിശപ്പുണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രെഡ് ന്യൂട്രലായിട്ട് ജാൻ വന്നപ്പോൾ അതിന് ഒരു ബൈറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചോക്കോസ് പോലുള്ള പല ഫ്ലേവറിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതുകൂടെ അകത്തൊക്കെ നേരെ കിടന്നുറങ്ങി. അല്ലെങ്കിൽ പിന്നെയും വിശന്നാലോ. അതേം കൃത്യം ഉച്ചയ്ക്ക് ഫുഡ് വന്നപ്പോഴത്തേക്ക് പിന്നെയും ഉച്ചയ്ക്ക് നമുക്കുണ്ടായിരുന്ന ചിക്കൻ ബിരിയാണി ആയിരുന്നു. ആക്ച്വലി ഞാൻ ചിക്കൻ്റെ കഷ്ണം തൊട്ടുപോലും നോക്കിയില്ല. കാരണം ഉള്ളിൽ ഭയമുണ്ട്. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയുന്നവരോട് ട്രെയിനിലെ ഫുഡ് 2 ദിവസം കഴിച്ചു നോക്കും. അതും കഴിച്ച് വെച്ചപ്പോൾ മാറത്തോടെ പിന്നെ 2 കുറുക്കയുടെ പാക്കറ്റ്സും കുടിച്ചും കഴിച്ചു. പിന്നെ 4 മണിയാവാൻ വേണ്ടി കട്ട വെയിറ്റ്. ചായയുടെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സ് അപ്പുറത്തെ ബോഗിലൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ടീയും കാപ്പിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരുടെ അടുത്തുണ്ടായിരുന്ന സ്നാക്സ് കൂടെ നമ്മൾ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. തന്നെ വേണ്ടി ഡാൽ മിക്സറായിരുന്നു. പിന്നെ നമുക്കിന്ന് ചായയുടെ ഒപ്പം ഉണ്ടായിരുന്ന എന്തോ ഒരു കിഴങ്ങിന്റെ ബോണ്ടായിരുന്നു. അതും കൂടെ കഴിയുമ്പോൾ പിന്നെയും ചോക്കോസും ബ്രെഡും ന്യൂട്ടലും എല്ലാം ഓരോന്നായി പുറത്ത് വരാൻ തുടങ്ങി. അതും കഴിഞ്ഞപ്പോൾ റാഫലും മുട്ടായി ചാത്തൻ സാധനം കൂടെ നമ്മൾ ന്യൂട്ടലെ മുക്കി കഴിച്ചു. ഇതൊരു കിണ്ണം കാച്ച് കോമ്പിനേഷൻ ആയിരുന്നു. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. പിന്നെ എല്ലാവരും പോൾ വഴി ചൂസ് ചെയ്ത പോലെ നമുക്ക് രാത്രിയിലത്തെ ഫുഡ് ഹോട്ടലിൽ ചെന്നിട്ടായിരുന്നു. അപ്പം അത്ര തന്നെ. ബൈ.